ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണി കൊണ്ടൊരു പായസമാണ്. അടപ്പായസമാണ് ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ മാത്രമാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പോളം മക്രോണി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് കൊണ്ടുവരട്ടോ. ഒരുപാട് ഇട്ടാണ്ട് പൊടിക്കരുത്, ജസ്റ്റ് ഒന്ന് ഓണാക്കുന്നിട്ട് അപ്പോൾ അതിനെ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് നമ്മൾ ചെറിയ അടയില്ലേ ആ ഒരു രൂപത്തിൽ കിട്ടുള്ളൂ. ഒരുപാടിട്ട് തിരിച്ചാൽ അത് നല്ല ഫൈൻ പൗഡർ പോലെയാവും. അത് നമുക്ക് വേണ്ട. ഈ ഒരു രൂപത്തിലാണ് അടിച്ചു കൊടുക്കേണ്ടത്, അതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ അതിൻ്റെ അടിയിൽ നല്ല അടിയത്തെ ഭാഗങ്ങൾ ചിലപ്പോൾ പൊടി ഉണ്ടാവും, അത് പ്രശ്നമില്ല. ഒരുപാടാണ് പൊടിയാവേണ്ട. മേൽഭാഗങ്ങളൊക്കെ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ചെറിയ അട ഇതുപോലെ ഉണ്ടാവും, അതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. ആ പാൻ ചൂടായതിനു ശേഷം ആദ്യം കുറച്ച് ഷുഗർ ഇട്ട് നമുക്ക് കാരമലൈസ് ചെയ്യണം. അത് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ ആദ്യം. എന്നിട്ട് നമുക്ക് മീഡിയത്തിലിടുക ഫ്ലെയിം. ഒരുപാട് ഹൈയിലിട്ടിട്ട് ഉണ്ടെങ്കിൽ അത് ഒരുപാട് കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് മാറിക്കിട്ടും. മീഡിയത്തിലിട്ടിട്ട് തന്നെ മെല്ലെ ഉണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഷുഗർ വേണ്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ ശർക്കരയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷുഗർ കഴിക്കാത്തവരാണെങ്കിൽ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാലെടുത്തിട്ട് കേട്ടോ. ഫുൾ ഫാറ്റ് മിൽക്കാണ്. 1 ലിറ്റർ കറക്റ്റില്ല. അത് നമ്മൾക്ക് എത്രത്തോളം പായസം നമുക്ക് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മളത് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് ഷുഗറൊക്കെ ഒന്ന് ബലം വെച്ച പോലെയും അത് കുഴപ്പമില്ല. അത് ഈ പാലൊന്ന് തളിച്ച് വരുമ്പോൾ അതൊക്കെ ഒന്നുകൂടി മെൽറ്റാവും കേട്ടോ. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം പാലൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. 3/4 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല കട്ടിയുള്ള പാലാണ്. എന്നിട്ട് ഒന്നുകൂടിയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതായിട്ടൊന്ന് തിള നേരെ ആകുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അട വേവിച്ചിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യില്ലേ പായസത്തിൽ, അതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളത്തിൽ നമ്മൾ മക്രോണി ഒന്ന് വേവിച്ചിട്ട് ഊറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് ഷുഗറെല്ലാം ആഡ് ചെയ്തിട്ടുള്ളൂ, കുറച്ച് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് അടച്ച് വെക്കുക. ഇനി നമുക്ക് ആ മക്രോണിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. മക്രോണി എടുക്കുമ്പോൾ തന്നെ കുറച്ചെടുത്താൽ മതി, കുറച്ചെടുത്ത് പൊടിച്ചാൽ മതി കേട്ടോ. കാരണം ഒരുപാടെടുത്ത് പൊടിച്ച് പിന്നെ വെന്ത് കഴിയുമ്പോൾ അത് ഒരുപാടാവും. അപ്പോൾ അത് കട്ട കുത്തുള്ളൂ. അപ്പോൾ കുറച്ചെടുത്തിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വെന്ത് കഴിയുമ്പോൾ ഒരുപാടാവും. അപ്പോൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നോക്കി എടുത്താൽ മതി. ഒരുപാടെടുത്ത് പൊടിച്ചിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ അത് അവിടെ കട്ട കുത്തിയ പോലെ വെന്ത് കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് പൊടിച്ചാൽ തന്നെ നമുക്ക് അത് ഒരുപാടുണ്ടാവും. ഇനി ഇതാ പായസത്തിന് മൂടിക്കാൻ തുറന്ന് ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 4 ഏലക്കയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏലക്ക ഇതുപോലെ അതൊന്ന് ചതച്ചതിന് ശേഷം അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അട പിടിച്ച് നോക്കുമ്പോൾ അതുപോലെ വെന്തിട്ടുണ്ടാവും. ഒരുപാട് അങ്ങോട്ട് ഉടയണ്ട, ജസ്റ്റ് നീങ്ങുന്ന പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ എൻ്റെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്നുമില്ല, നമുക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് ഇടുന്നില്ല, കാരണം കുട്ടികൾ അത് പായസം കുടിക്കുമ്പോൾ എടുത്ത് മാറ്റും. അവർക്ക് വെറുതെ കഴിക്കാനും ഇഷ്ടം. ഇങ്ങനെ ആകുമ്പോൾ അവർ നിന്നൊക്കെ എടുത്ത് മാറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അത് വെറ്റിച്ചിട്ടില്ല, കുറച്ച് ലൂസിൽ തന്നെയാണ് പായസം ഇരിക്കുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന നേരത്തെ അത് ഇരുന്ന് തിക്കാവണ്ട. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസിൽ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പായസം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ലൂസ് വേണ്ടവർക്ക് അങ്ങനെ കുടിക്കുക. ഞാൻ ഈ ഒരു ഇതിലെ കൺസിസ്റ്റൻസി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുടിക്കുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ സ്പൂൺ വെച്ച് കോരി കുടിക്കുമ്പോൾ ടേസ്റ്റാണ്. ഇനി ലൂസ് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ലൂസാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ കിഡിലും ടേസ്റ്റാണ്. അടപ്പായസമെന്ന് കുടിക്കുമ്പോൾ നമുക്ക് തോന്നും, പെട്ടെന്ന് ആർക്കും അറിയില്ല ഇത് മക്രോണി ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.